LDF കൺവീനർ ടി.പി. രാമകൃഷ്ണൻ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ടെലിഫോണിൽ വിളിച്ചിരുന്നു. ഗുഡ് മോർണിംഗ് ശ്രീ ടി.പി. രാമകൃഷ്ണൻ. ഏതായാലും CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പ്രകാശ് ബാബു ഇക്കാര്യത്തെക്കുറിച്ച് അർത്ഥശങ്കയില്ലാത്ത വിധം അല്പം മുമ്പ് നമ്മോട് പ്രതികരിച്ചു. അദ്ദേഹം പറഞ്ഞത് ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGP MR അജിത് കുമാറിനെ മാറ്റി നിർത്തണം എന്ന് തന്നെയാണ്. താങ്കളുടെ ഈ കാര്യത്തിലെ ഒരു നിലപാട് എങ്ങനെയാണ്? പ്രകാശ് ബാബുവിന്റെ നിലപാടിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? നിലപാട് പറഞ്ഞിട്ടില്ല. പ്രകാശ് ബാബുവിന്റെ ലേഖനത്തിൽ ഞാൻ ലേഖനം വായിച്ചിട്ടില്ല. ലേഖനത്തിൽ വന്ന അഭിപ്രായം എന്നുള്ള നിലയ്ക്ക് റിപ്പോർട്ടർ ചാനലിൽ എന്നോട് സംസാരിച്ചു. പ്രകാശ് ബാബു ഇങ്ങനെ ഇതിനെ ഇയാളെ കണ്ടതല്ലാതെ എന്തിന് കണ്ടു എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിക്കണം. ADGP RSS നേതാക്കളെ എന്തിന് കണ്ടു എന്നുള്ളത് അന്വേഷിക്കണം എന്നുള്ളതാണ് പിന്നെ ലേഖനത്തിൽ വന്ന പരാമർശം എന്ന് പറഞ്ഞപ്പം ആ നിലപാടിനോട് എനിക്ക് വിയോജിപ്പില്ല. ആ നിലപാടിനോട് എനിക്ക് യോജിപ്പാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. കണ്ടതല്ല പ്രധാനപ്പെട്ട പ്രശ്നം, എന്തിനു കണ്ടു എന്നുള്ളത് അത് ഗവൺമെന്റിന്റെ അന്വേഷണ പരിധിയിൽ വരുന്ന പ്രശ്നമാണത്. ADGPയെ മാറ്റണോ മാറ്റണ്ടയോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് അന്വേഷണം നടത്തി അദ്ദേഹം കുറ്റക്കാരനാണെങ്കിലാണ്. അപ്പോ അതാണ് നമ്മളത് അന്വേഷണം. താങ്കളുടെ അഭിപ്രായ പ്രകടനം ഒരു തെറ്റിദ്ധാരണയ്ക്ക് കാരണമായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ കെ പ്രകാശ് ബാബു അർത്ഥശങ്കയില്ലാത്ത വിധം ആവശ്യപ്പെട്ടത് ക്രമസമാധാന പരിപാടിയിൽ നിന്ന് അദ്ദേഹത്തിനെ മാറ്റി നിർത്തണമെന്ന് തന്നെയാണ്. പ്രകാശ് ബാബു പറഞ്ഞ കാര്യം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. ഇന്നതാണ് എന്നുള്ളത് അവർ പറഞ്ഞപ്പോൾ ഞാൻ അതാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ അങ്ങ് ഒരു 30 സെക്കൻഡ് സഹിച്ചാൽ അങ്ങേക്ക് ഞാൻ ഈ അദ്ദേഹം പറഞ്ഞ അഭിപ്രായം അത് മാത്രം ഒന്ന് കേൾപ്പിച്ചു തരാം. ഒന്ന് പ്ലേ ചെയ്യൂ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുക്കേണ്ടുന്ന തീരുമാനമല്ല, അത് ഗവൺമെന്റ് എടുക്കേണ്ടുന്ന തീരുമാനമാണ്. ലാൻഡ് ഓർഡറിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തുക എന്നുള്ളത് ഒരാവശ്യമാണ്. രാഷ്ട്രീയ വിഷയത്തിൽ അന്വേഷണ കമ്മീഷനോ അന്വേഷണ റിപ്പോർട്ടിന്റെയോ സമയം കാത്തിരിക്കേണ്ടുന്ന ഒരു കാര്യമില്ല. ഇതൊരു പൊളിറ്റിക്കൽ ആയിട്ട് തീരുമാനം എടുക്കേണ്ടതാണ്. വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമല്ല, പൊതു അഭിപ്രായം. അതിൽ തുടരാൻ പാടില്ല. ക്രമസമാധാന ചുമതലയുള്ള ADGP ആയിട്ട് തുടരാൻ പാടില്ല. അതായത് പറഞ്ഞിട്ട് കൂടുതൽ നേരം ആയില്ല, ഇപ്പോൾ അടുത്ത സമയത്താണ് പറഞ്ഞത്. കാരണം എന്നോട് സംസാരിക്കുമ്പോൾ തന്നെയാണ് പറഞ്ഞത്. അപ്പോ TPക്ക് ഇതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? അത് ശ്രീ പ്രകാശ് ബാബു ആണ് ADGP തുടരാൻ ക്രമസമാധാന ചുമതലയിൽ തുടരാൻ പാടില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് പറഞ്ഞത്. അദ്ദേഹം അതിനോടൊപ്പം ഒരു കാര്യം കൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് ഗവൺമെന്റാണ്. ഗവൺമെന്റ് ആണെങ്കിൽ ഗവൺമെന്റ് വ്യക്തമാക്കിയിട്ടുള്ള കാര്യം ഇത് സംബന്ധിച്ചുള്ള എല്ലാ പരാതിയും ഗവൺമെന്റിന്റെ അന്വേഷണത്തിലാണ്. പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തി കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നവരെ കർശനമായ നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതാണ് എന്റെ നിലപാടായിട്ട് ഞാൻ പറഞ്ഞു. അല്ല, താങ്കൾ പറയുന്നത് അന്വേഷണം നടത്തി കുറ്റക്കാരനാണെങ്കിൽ മാത്രം ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയാൽ മതി, അതല്ലേ വ്യക്തമായ കാര്യം? അതൊക്കെ ഗവൺമെന്റ് ആണ് തീരുമാനിക്കേണ്ടത്. എന്റെ അഭിപ്രായം എന്താന്ന് പറഞ്ഞാൽ ADGP കുറ്റക്കാരനാണോ അല്ലയോ അത് അന്വേഷണത്തിന്റെ ഭാഗമായി തീരുമാനിക്കേണ്ടതാണ്. അങ്ങനെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നേരെ കർശനമായ നടപടി സ്വീകരിക്കണം. അത് സ്വീകരിക്കുമെന്നാണ് ഗവൺമെന്റ് നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. അതാണ് എന്റെ നിലപാട്. അല്ല, അപ്പോൾ അങ്ങയുടെ ഒരു വിശ്വാസത്തിൽ ഈ ധാരണാപേശ ഉണ്ടാക്കാൻ കാര്യം അങ്ങ് ഇതിനെ അനുകൂലിക്കുന്നു എന്ന രീതിയിലുള്ളതാണ് വാർത്ത. ഞാൻ എന്റെ നിലപാട് പറഞ്ഞല്ലോ. ഇതിൽ പ്രകാശ് ബാബു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് ഗവൺമെന്റ് ആണ് തീരുമാനിക്കേണ്ടത്. അദ്ദേഹത്തിന്റെ ADGPയെ ഇപ്പോഴുള്ള നിലവിലുള്ള സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്നുള്ള അഭിപ്രായമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറയാലോ, അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാലോ. ഓക്കെ, വളരെ സന്തോഷം. എനിക്ക് അഭിപ്രായം അല്ല ഉള്ളത്. ഓക്കെ, എന്തായാലും വളരെ സന്തോഷം. താങ്ക് യു ശ്രീ TP രാമകൃഷ്ണൻ. അദ്ദേഹം പറഞ്ഞ അഭിപ്രായം, അദ്ദേഹത്തിന് അങ്ങനെ അഭിപ്രായമില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്.